ഏവരെങ്കിലും പ്രേംസ് കോർണറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചിഹ്നങ്ങളെക്കുറിച്ചാണ്. എന്താണ് ചിഹ്നങ്ങൾ? അതായത് ചിഹ്നങ്ങളെന്ന് പറയുമ്പോൾ വാക്യങ്ങളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ വാക്യങ്ങളിലെ ആശയങ്ങൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അടയാളങ്ങളാണ് ചിഹ്നങ്ങൾ. വാക്യങ്ങളിലെ ആശയങ്ങൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു പ്രയാസമില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾസാണ്, അതായത് അടയാളങ്ങളാണ് ചിഹ്നങ്ങൾ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. ഒന്ന് പൂർണ്ണവിരാമം. പൂർണ്ണവിരാമം എന്ന് പറയുന്നത് ഫുൾ സ്റ്റോപ്പാണ്, ബിന്ദു എന്നും പറയും. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഒരു സെൻറ്റൻസ് കഴിഞ്ഞിട്ട് ഒരു വാക്യം കഴിഞ്ഞിട്ട് അത് തീർന്നു എന്ന് കാണിക്കാൻ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടും, പൂർണ്ണവിരാമം ഇടും. അത് മാത്രമല്ല ചില പദങ്ങളുടെ ചുരുക്കെഴുത്തിലും നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഡോക്ടർ, DR കഴിഞ്ഞിട്ട് നമ്മൾ പൂർണ്ണവിരാമം ഇട്ടിട്ടാണ് ബാക്കി പേര് എഴുതുന്നത്. പ്രൊഫസർ, എന്ന് എഴുതിയിട്ട് ഡോട്ട് ഇട്ടിട്ടാണ് ബാക്കി പേര് എഴുതുന്നത്. ഓക്കെ, ഷോർട്ട് ഫോം എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പൂർണ്ണവിരാമം ഉപയോഗിക്കും. ദെൻ അർത്ഥവിരാമം. അർത്ഥവിരാമം എന്ന് പറയുന്നത് എന്താണ്? അർത്ഥവിരാമം എന്ന് പറഞ്ഞാൽ രോധിനി, അതായത് സെമിക്കോളൻ. രോധിനി അഥവാ സെമിക്കോളൻ, അർത്ഥവിരാമം. രോധിനി അഥവാ സെമിക്കോളൻ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ഉപയോഗിക്കുന്നത് വാക്യത്തിന് നമ്മൾ വ്യാകരണപരമായിട്ട് പൂർണ്ണത വരുന്നുണ്ട്, പക്ഷേ അടുത്ത ഒരു വാക്യം കൂടെ മാത്രമേ അതിന് കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ടും അത് ആകത്തുള്ളൂ, മുഴുവനായി തീരത്തുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണ് അല്ലെങ്കിൽ അടയാളമാണ് ഏതാ? രോധിനി അഥവാ അർത്ഥവിരാമം. രോധിനി അഥവാ അർത്ഥവിരാമം. അടുത്ത് അല്പവിരാമം. അല്പവിരാമം എന്ന് പറഞ്ഞാൽ കോമ, അല്പവിരാമം, കോമ. അതായത് അങ്കുശം എന്നും പറയും. അതായത് ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അതിനൊരു ചെറിയ ഷോർട്ട് ബ്രേക്ക് എന്ന് പറയാം, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമ്മേ, എക്സാമ്പിൾ ഉദാഹരണം പറയാം, അമ്മേ ചോറ് തരൂ. അപ്പം അമ്മേ കഴിഞ്ഞിട്ട് നമ്മൾ എന്തിടാറുണ്ട്? കോമ ഇടാറുണ്ട്, അല്പവിരാമം ഇടാറുണ്ട്. അമ്മേ ചോറ് തരൂ, അമ്മേ എനിക്ക് വയ്യ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അമ്മേ എന്നുള്ള പദം കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ഇടണം, ബ്രേക്ക് ഇടും. അതാണ് എന്താണ് ഈ അല്പവിരാമം, അതായത് അങ്കുശം എന്നും പറയാം. ദെൻ അടുത്തത്, അപ്പോൾ പൂർണ്ണവിരാമമായി പൂർണ്ണവിരാമം ഫുൾ സ്റ്റോപ്പ്, അതായത് ബിന്ദു. അല്പവിരാമം അങ്കുശം അഥവാ കോമ. ദെൻ അർത്ഥവിരാമം രോധിനി അഥവാ സെമിക്കോളൻ. ദെൻ ചോദ്യചിഹ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, ചോദ്യ രൂപേണയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ അത് ചോദിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അടയാളമാണ് ഏതാ? ക്വസ്റ്റ്യൻ മാർക്ക്, ചോദ്യചിഹ്നം. അടുത്ത വിക്ഷേപണി. എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സ്ക്ലമേഷൻ മാർക്ക്. ഈ എക്സ്ക്ലമേഷൻ മാർക്ക് എന്തിനൊക്കെ സൂചിപ്പിക്കും? നമുക്ക് സന്തോഷം വരുമ്പോൾ, അതിശയം വരുമ്പോൾ, ആഹ്ലാദം, പിന്നെ സന്തോഷം, വിസ്മയം, സങ്കടം, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ അയ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ വിഹായ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കും. നമ്മൾ ഭയങ്കര സന്തോഷം നമ്മൾ എക്സ്പ്രസ് ചെയ്യാനും നമ്മൾ ഈ വിക്ഷേപണി എന്നുള്ള ചിഹ്നം ഉപയോഗിക്കും. അതായത് വിക്ഷേപണി എക്സ്ക്ലമേഷൻ മാർക്കിനെയാണ് വിക്ഷേപണി എന്ന് പറയുന്നത്. എക്സ്ക്ലമേഷൻ മാർക്ക് വിക്ഷേപണി. ദെൻ ഉദ്ധരണി എന്ന് പറയുന്നത് കൊട്ടേഷൻ മാർക്കിനെയാണ് ഉദ്ധരണി എന്ന് പറയുന്നത്. എന്താണ് കൊട്ടേഷൻ മാർക്ക്? ഡബിൾ കൊട്ടേഷൻ മാർക്കും വരും, സിംഗിൾ കൊട്ടേഷൻ മാർക്കും വരാറുണ്ട്. ദെൻ ഫിത്തിക എന്ന് പറഞ്ഞാൽ കോളൻ, 2 ഡോട്ട്. ഫിത്തിക എന്ന് പറഞ്ഞാൽ കോളൻ, 2 ഡോട്ട്. ഈ ഫിത്തിക എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഫിത്തിക ഉപയോഗിക്കുന്നത് സമപ്രാധാന്യമുള്ള 2 വാക്യങ്ങളുടെ നടുവിൽ ഫിത്തിക ചേർക്കാം. സമപ്രാധാന്യം, ഒരുപോലെ പ്രാധാന്യമുള്ള 2 വാക്യങ്ങളുടെ ഇടയിൽ നമുക്ക് എന്ത് ചേർക്കാം? നമുക്ക് ഈ ഫിത്തിക ചേർക്കാം. ഫിത്തിക എന്ന് പറയുന്നത് എന്താണ്? കോളൻ, 2 ഡോട്ടാണ് ഫിത്തിക. അടുത്ത് വരുന്നത് വലയം എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്. നമ്മളിപ്പോൾ ഒരു കവിയെക്കുറിച്ച് പറയുകയാണ് അല്ലെങ്കിൽ കവിതയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതാറുണ്ട്? മിക്കവാറും ബ്രാക്കറ്റിൽ നമ്മൾ ആ കവിയുടെ പേരിന് ജസ്റ്റ് സൂചിപ്പിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ അത് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വലയം, ബ്രാക്കറ്റ്.
ദെൻ രേഖ. രേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാഷ്. ഡാഷ്, രേഖ. ഇവിടെ ഡാഷ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മളൊരു കാര്യത്തിനെക്കുറിച്ച് പറയുമ്പോൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് അത് പറയാനും, അതായത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യം ഷോർട്ടാക്കി പറയാനും അതിനിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണ് ഡാഷ്. ഓക്കെ. ദെൻ പിന്നെ അടുത്ത നെക്സ്റ്റ് വരുന്നതാണ് പിന്നെ ഡാഷ് കഴിഞ്ഞ് ഹൈഫൺ. ഹൈഫൺ വരും. ഹൈഫൺ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ശൃംഖല എന്ന് പറയും. ശൃംഖല, ഹൈഫൺ. ഹൈഫൺ, ശൃംഖല. അപ്പോൾ ഈ ശൃംഖല എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹൈഫൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഒരു വരിയിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വരിയിൽ ഒരു പദത്തിൻ്റെ പകുതിയാണ് വരുന്നത്, അല്ലെങ്കിൽ ഇനിയും എഴുതാനുണ്ട് ആ പദത്തിൻ്റെ ബാക്കി. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹൈഫൺ ഇട്ടിട്ട് ഒരു വര ഇട്ടിട്ട് അടുത്ത വരിയിലോട്ട് എഴുതും. അപ്പോൾ അതിനാണ് ഈ ഹൈഫൺ ഉപയോഗിക്കുന്നത്. ദെൻ വിശ്ലേഷണം. വിശ്ലേഷണം എന്ന് പറഞ്ഞാൽ അപ്പോസ്ട്രഫാണ് വിശ്ലേഷണം. അപ്പോൾ പദങ്ങൾ ചില അക്ഷരങ്ങൾ ലോപിച്ചു എന്ന് കാണിക്കാനാണ്, അതായത് കളഞ്ഞു പോയി നഷ്ടപ്പെട്ടു എന്ന് കാണിക്കാനാണ് ഈ വിശ്ലേഷണം എന്നുള്ള ചിഹ്നം അടയാളം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് ഇടുന്നത്? നമ്മൾ വിട്ട അക്ഷരത്തിൻ്റെ മുകളിലായിട്ടാണ്, ആ സ്ഥലത്തിന് മുകളിലായിട്ടാണ് ഈ വിശ്ലേഷണം എന്നുള്ള, അതായത് അപ്പോസ്ട്രഫ് എന്നുള്ള ചിഹ്നം ഉപയോഗിക്കുന്നത്. ദെൻ കോഷ്ടം. കോഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ ബ്രാക്കറ്റിനാണ് കോഷ്ടം എന്ന് പറയുന്നത്. അതായത് ഒരു വാക്യത്തിനകത്ത്, അന്തർവാക്യങ്ങൾക്കകത്ത്, ഫസ്റ്റല്ല അതിന് ഇടയിലുള്ള വാക്യങ്ങൾക്കകത്ത് വീണ്ടും അന്തർവാക്യങ്ങൾ വരുമ്പോൾ അതിനെ സൂചിപ്പിക്കാൻ എന്ത് ഉപയോഗിക്കും? കോഷ്ടം എന്നുള്ള സിമ്പൽ ഉപയോഗിക്കും. ദെൻ പ്രശ്ലേഷം. പ്രശ്ലേഷം എന്നുള്ള സിമ്പൽ ആകാരം ലോപിച്ചിരിക്കുന്നത് കാണിക്കാനാണ് പ്രശ്ലേഷം എന്ന സിമ്പൽ ഉപയോഗിക്കുന്നത്. കൂടുതൽ ഇത് നമ്മുടെ മലയാളത്തിലല്ല, സംസ്കൃത പദങ്ങളാണ് ഈ പ്രശ്ലേഷണം എന്നുള്ള ചിഹ്നം ഉപയോഗിക്കുന്നത്. ദെൻ പാടിനി. പാടിനി, കേർട്ട്. അതായത് നമ്മൾ വിട്ടുപോയ അക്ഷരത്തെയോ പദത്തെയോ സൂചിപ്പിക്കാൻ പാടിനി എന്നുള്ള ചിഹ്നം ഉപയോഗിക്കും. അതായത് മുകളിലോട്ടൊരു താഴോട്ടൊരു ആരോ പോലെ നമ്മളിങ്ങനെ ഇടാറുണ്ട്, അതാണ് കേട്ടോ. ദെൻ മീത്തൽ. മീത്തൽ പറഞ്ഞ ചന്ദ്രകല. നമ്മൾ അതായത് സമ്പ്രദാകാരത്തെയും അതുപോലെ ശുദ്ധവ്യഞ്ജനത്തെയും ഇത് കുറിക്കുന്നു. സമ്പ്രദാകാരത്തെയും ശുദ്ധവ്യഞ്ജനത്തെയും ഈ മീത്തൽ കുറിക്കുന്നു. മീത്തൽ എന്ന് പറഞ്ഞാൽ ചന്ദ്രകല. അതായത് ചന്ദ്രന്, സൂര്യന്, പറയുന്നതിന്, കേൾക്കുന്നതിന്, ഇതിനെല്ലാം അതിനായുടെ മുകളിൽ എന്ത് വരും? ചന്ദ്രകല ഉപയോഗിക്കും. എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. ദെൻ ദിവലയം. ദിവലയം എന്ന് പറഞ്ഞാൽ ഡബിൾ ബ്രാക്കറ്റിലാണ് ദിവലയം എന്ന് പറയുന്നത്. ദിവലയം. ദെൻ അധികം. അധികം എന്ന് പറയുന്നത് പ്ലസ് അധികം. പ്ലസ് അധികം അറിയാമല്ലോ. അഡീഷന് നമുക്ക് കൂട്ടാന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. സമ്മിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിമ്പലാണ്. അഡീഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിമ്പലാണ് ഇത് പ്ലസ്, അധികം. ഓക്കെ. ദെൻ എന്താണ് അടുത്തെന്ത് പറയാം നമുക്ക്? ഗുണനം. ഇൻറ്റു, മൾട്ടിപ്ലിക്കേഷൻ, ഇൻറ്റു അല്ലേ? ഇൻറ്റു ചിഹ്നം, ഗുണനം. അതായത് ഗുണിക്കാൻ വേണ്ടിയിട്ട് ടേബിൾ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന് നമ്മൾ ഇടയിൽ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് ഏതാണ്? ഇൻറ്റു അല്ലേ? ഇൻറ്റു മാർക്ക്. ദെൻ എന്താ പറയുക? നമ്മൾ ഡിവിഷൻ നമ്മൾ എന്താ പറയുക? ഹരണം. മലയാളത്തിൽ ഹരണം എന്ന് പറയും. ഈ ഹരണം എന്തിനാണ് ഉപയോഗിക്കുക? നമ്മൾ ഡിവൈഡ് ചെയ്യാൻ, നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ ഹരണം ഉപയോഗിക്കുന്നത്. അതിൻ്റെ സിമ്പൽ എങ്ങനെയാണ് വരുന്നത്? ഒരു വരയിട്ടിട്ട് അതിൻ്റെ മുകളിലും താഴെയും എന്ത് കാണും? ഡോട്ട് കാണും. ദെൻ പിന്നെ ശരചിഹ്നം എന്ന് പറഞ്ഞാൽ ആരോ മാർക്കിനാണ് ശരചിഹ്നം എന്ന് പറയുന്നത്. ആരോ മാർക്കിനാണ് ശരചിഹ്നം എന്ന് പറയുന്നത്. ദെൻ നക്ഷത്ര ചിഹ്നം നമ്മൾ സാധാരണ സ്റ്റാർ പോലെ ഇരിക്കും. അത് നമ്മൾ ഇതിൽ അധികം ആരും ഉപയോഗിക്കാറില്ല. അത് വലുതായിട്ട് ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്നില്ല. അതുപോലെ തന്നെ ഈക്വൽ ടു, സമചിഹ്നം ഈക്വൽ ടു. ഇപ്പുറത്തും അപ്പുറത്തും ഒരുപോലെയുള്ളതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സമചിഹ്നം. ഓക്കെ. അപ്പോൾ ഈ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഉപകാരപ്രദമായെന്ന വീഡിയോ ആണ്. തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടേക്കാം, അപ്പോൾ അത് ക്ഷമിക്കുക. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ അവസാനം ഞാൻ അതുകൂടെ ചേർക്കാം കേട്ടോ. ഫോട്ടോ കൂടെ ചേർക്കാം. സിമ്പിൾ എഴുതിയേക്കുന്ന ഫോട്ടോ കൂടെ എൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ. അപ്പം വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുള്ള അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളത് കമൻസ് രേഖപ്പെടുത്തുക കേട്ടോ. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റം നിങ്ങളൊക്കെ വരുത്താമല്ലോ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആ ചിഹ്നത്തിൻ്റെ ഫോട്ടോസ് കൂടെ ഇതിനോടൊപ്പം ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.